ആദ്യം നമ്മൾ പോകുന്നത് കെ മുരളീധരന്റെ ചില സുപ്രധാനമായ രാഷ്ട്രീയ നിലപാടുകളിലേക്കാണ്. തെരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹം എടുത്ത നിലപാട് തൃശൂരിൽ ക്രോസ് ഔട്ട് നടന്നു എന്ന ആക്ഷേപമാണ്. ഇതടക്കം ഇനിയുള്ള കോൺഗ്രസ് രാഷ്ട്രീയത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന ചില സുപ്രധാന വിഷയങ്ങളിൽ വലിയ വെളിപ്പെടുത്തലുമായി കെ മുരളീധരൻ രംഗത്ത് വരികയാണ്. തൃശൂരിൽ ക്രോസ് വോട്ട് നടന്നെന്ന ആക്ഷേപം കെ മുരളീധരൻ വീണ്ടും ആവർത്തിക്കുകയാണ്. CPM വോട്ടുകൾ ചോർന്നു. പരാജയ ഭീതി കൊണ്ടല്ല താൻ ആരോപണം ഉന്നയിച്ചത്. തൃശൂരിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിൽ തനിക്ക് ലീഡ് ലഭിക്കും. നാട്ടികയിലും പുതുക്കാടും മാത്രമാണ് തനിക്ക് ലീഡ് ലഭിക്കാതെ വരിക. ബാക്കി 5 ഇടങ്ങളിലും തനിക്ക് ലീഡ് ലഭിക്കുമെന്ന് കെ മുരളീധരൻ പറയുന്നു. ഒപ്പം ഈ തനിക്ക് വിജയമുറപ്പാണ്, പരാജയ ഭീതി കൊണ്ടല്ല ഈ ആക്ഷേപം ഉന്നയിച്ചതെന്നും കെ മുരളീധരൻ ഇന്നലെ ഡാൻ കുര്യനുമായി സംസാരിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഞാൻ വസ്തുനിഷ്ഠമായി താഴെത്തട്ടുള്ള കണക്കെടുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ കാര്യമാണ്. അത് കുറേ വോട്ടുകൾ, ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകൾ BJPക്ക് പോയിട്ടുണ്ട്. പക്ഷെ എന്ന് വിചാരിച്ചാൽ അതിൻ്റെ അർത്ഥം UDF തോൽക്കുന്നില്ല. ഇവർ വോട്ട് മറച്ചെങ്കിലും അത് UDFൻ്റെ വിജയസാധ്യതയെ ബാധിക്കില്ല. പിന്നെ സുനിൽകുമാർ പറയുന്ന ഈ പരാജയ ഭീതി, പരാജയത്തിന് എന്താ ഭീതിയുള്ളത് രാഷ്ട്രീയത്തിൽ? വിജയവും പരാജയവും ഉണ്ട്. അത് സുനിൽകുമാർ ഇവർ വിജയിച്ചിട്ടേ ഉള്ളൂ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പരാജയത്തിൻ്റെ എന്താണെന്ന് അറിഞ്ഞുകൂടാത്തത്. അത് ജൂൺ 4 കഴിയുമ്പോൾ അദ്ദേഹത്തിന് അറിയാം പരാജയം ഒരു ഭീതിയല്ല എന്ന് അദ്ദേഹത്തിന് തന്നെ മനസ്സിലാവും അനുഭവത്തിലുള്ളത്. കോൺഗ്രസ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ വിജയിക്കും എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം ഈ പ്രതീക്ഷകൾക്കപ്പുറത്ത് വസ്തുതാപരമായ എന്ത് കണക്കുണ്ട്? അതായത് ഒന്ന്, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ അതേ ട്രെൻഡ് ഇപ്പോഴും നിലനിൽക്കുന്നു. 2, മതന്യൂനപക്ഷങ്ങൾ, കഴിഞ്ഞ അസംബ്ലിയിൽ UDFനെ കൈവിട്ട മതന്യൂനപക്ഷങ്ങൾ ഇത്തവണ ഏകീകരിച്ച് UDFിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. 2, പരമ്പരാഗതമായി കോൺഗ്രസ്സിന് വോട്ട് ചെയ്ത മുന്നോക്ക വിഭാഗങ്ങളിൽ കുറേ വോട്ടുകൾ ഇത്തവണ തിരിച്ചു വന്നു. ഇതെല്ലാം നല്ല ഭൂരിപക്ഷത്തിന് ജയിക്കാനുള്ള സാഹചര്യമുണ്ട്. ഈ BJPക്ക് വേണ്ടി സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി, അദ്ദേഹം കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി തൃശ്ശൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ പ്രവർത്തിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ താരമൂല്യമാണോ അതോ BJPയുടെ സംഘടനാതല പ്രവർത്തനമാണോ? ഇതിലേതാണ് അവിടെ ഒരു പോരാട്ടം? കഴിഞ്ഞ തവണ 28% കിട്ടിയതിൽ അദ്ദേഹത്തിൻ്റെ താരമൂല്യം ഒരു പ്രധാന ഘടകമായി. പക്ഷേ ആ താരമൂല്യം ഇന്ന് അദ്ദേഹത്തിനില്ല. അതിനുശേഷം അദ്ദേഹം തൃശ്ശൂർ അസംബ്ലിയിൽ നിന്ന് പരാജയപ്പെട്ടു. പക്ഷേ BJP കുറേ കൂടെ അവിടെ കുറച്ച് യൂണിറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത്തവണ അവരുടെ വോട്ട് 20% 30% പല സർവേകളിലും സൂചിപ്പിക്കുന്നതിൻ്റെ കാരണം ഇടതുപക്ഷ വോട്ടുകൾ മറിയുന്നതുകൊണ്ടാണ്. അല്ലാതെ BJP അങ്ങനെ ശക്തി പ്രാപിച്ചു എന്നുള്ള അഭിപ്രായം എനിക്കില്ല. സുരേഷ് ഗോപി പറയുന്നത് തൃശ്ശൂർ അദ്ദേഹത്തിൻ്റെ ഇടനെഞ്ചിലാണ് എന്നാണ്. അതെ, ഇടനെഞ്ചിലോ വലനെഞ്ചിലോ ആവട്ടെ, അദ്ദേഹം ഏതായാലും MP ആവില്ല, തൃശ്ശൂർ എന്നുള്ള MP ആവില്ല, അക്കാര്യം ഉറപ്പാണ്. ഈ ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ തരത്തിലുള്ള രാഷ്ട്രീയ പ്രചാരണമാണ് BJP നടത്തിയത്. അതിൽ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് പല രാഷ്ട്രീയ പ്രചാരണ യോഗങ്ങളിൽ പങ്കെടുത്തു. 2 തവണ തൃശ്ശൂരിൽ തന്നെ എത്തി. പക്ഷേ ആദ്യ ഘട്ടത്തിൽ താങ്കളെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയതിന് ശേഷം ആ ഒരു ആവേശം ദേശീയ നേതാക്കൾ അവിടേക്ക് വരുന്നതിൽ ഒരു കുറവുണ്ടായത് ഏതെങ്കിലും തരത്തിൽ പ്രചാരണത്തെ ബാധിക്കുന്ന സാഹചര്യം? ഇല്ല, അവിടെ DK ശിവകുമാറാണ് വന്ന ഒരു ദേശീയ നേതാവ് എന്ന് പറഞ്ഞത്. രാഹുൽ ഗാന്ധിയുടെ പ്രോഗ്രാം ഫൈനലൈസ് ചെയ്തെങ്കിലും അദ്ദേഹത്തിന് ഫുഡ് പോയ്സൺ കാരണം അദ്ദേഹത്തിൻ്റെ ഇന്ത്യ മുന്നണിയുടെ റാലി പോലും അദ്ദേഹം ക്യാൻസൽ ചെയ്തു. അവർ 2 പേരെയും മാത്രമേ അവിടെ നമ്മൾ കണക്കാക്കിയിട്ടുള്ളൂ. കാരണം പ്രിയങ്ക ഗാന്ധിക്ക് ഒരു സെക്ഷൻ കൊടുത്തു, രാഹുൽ ഗാന്ധിക്ക് ഒരു സെക്ഷൻ കൊടുത്തു. രാഹുൽ ഗാന്ധിയുടെ ആലപ്പുഴയും തൃശ്ശൂർ ഉൾപ്പെടെയുള്ള യോഗങ്ങളാണ് ക്യാൻസൽ ചെയ്യേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ ദേശീയ നേതാക്കൾ വരാത്തതിൻ്റെ ഒന്നും ഒരു പ്രയാസം ഉണ്ടായില്ല. രാഹുൽ ഗാന്ധി വന്നാൽ കുറേ കൂടെ ഒരു ഊർജം കിട്ടും. തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി വരണം എന്നുള്ള ഞാൻ ആവശ്യപ്പെടുന്നത്. രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ വരണമെന്ന് ആവശ്യപ്പെട്ടെന്നു. രാഹുൽ ഗാന്ധിയെ പറഞ്ഞ് ഞാൻ തന്നെ വരാം എന്ന് അദ്ദേഹം കൂടെ പറഞ്ഞതനുസരിച്ചാണ് ഞങ്ങൾ അതിൻ്റെ പ്രോഗ്രാമൊക്കെ പ്ലാൻ ചെയ്തത്. പക്ഷേ ദൗർഭാഗ്യവശാൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി കാരണമാണ് അദ്ദേഹം വരാത്തത്. പത്മജ വേണുഗോപാലിന്റെ രാഷ്ട്രീയ മാറ്റമാണ് കെ മുരളീധരനെ വടകരയിൽ നിന്നും തൃശ്ശൂരിലെത്തിച്ചിരിക്കുന്നത്. സഹോദരനും സഹോദരിയും തമ്മിലുള്ള ബന്ധത്തിൽ വലിയ വിള്ളൽ വീണു എന്ന കാര്യം കെ മുരളീധരൻ തന്നെ വ്യക്തമാക്കുന്നു. പത്മജ തന്നെ ഫോണിൽ ബ്ലോക്ക് ചെയ്തു. BJPയിൽ പോയതിനു ശേഷം കാണുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. പത്മജ BJPയിൽ ചേർന്ന കാര്യം അറിഞ്ഞത് ന്യൂസ് 18ലൂടെയാണ്. പാർട്ടി വിടുന്നതിന് 3 ദിവസം മുമ്പ് സംസാരിച്ചപ്പോൾ പോലും ഒരു സൂചനയും നൽകിയിട്ടില്ലെന്നും കെ മുരളീധരൻ പറയുന്നു.
പത്മജ പറയുന്ന ചില കാര്യങ്ങൾ നമുക്ക് വസ്തുതയ്ക്ക് എടുക്കാതിരിക്കാൻ കഴിയുമോ? കാരണം ഈ കെ കരുണാകരൻ സ്മാരക ഫൗണ്ടേഷന്റെ അതൊക്കെ ഞാൻ പറയും, 1 കോടി രൂപ പിരിഞ്ഞ് കിട്ടിയതിന് ശേഷമാണല്ലോ അവർ പാർട്ടിയിൽ നിന്ന് പോയത്. പോകുന്നതിന് 3 ദിവസം മുമ്പ് വരെ ഞങ്ങൾ രാഷ്ട്രീയം പറയാറുണ്ട്, ഫോണിൽ വിളിച്ച് ഒരു സൂചനയും തന്നിട്ടില്ല. ചർച്ച ചെയ്തു എന്ന് പോലും പറഞ്ഞിട്ടില്ല. അതുപോലും പറഞ്ഞിട്ടില്ല. ഞാൻ നിങ്ങളുടെ ചാനലിലാണ് ആദ്യമായിട്ട് കാലത്ത് ഫ്ലാഷ് വരുന്നത്. ആ സമയത്താണ് ഞാൻ വീണ്ടും വിളിച്ചപ്പോൾ തൊട്ട് എൻ്റെ ഫോൺ ബ്ലോക്കാണ്. പിന്നെ വിളിക്കാൻ പോയി. നമ്മൾ അന്ന് രാവിലെ സംസാരിച്ചപ്പോൾ ഞാൻ ഇതിൻ്റെ സൂചന എനിക്കുണ്ടായിരുന്നില്ല. പക്ഷേ നിങ്ങളുടെ ഫോൺ കോൾ വന്ന് നിങ്ങൾ അതിൽ ബ്രേക്കിംഗ് ന്യൂസ് ഇട്ടപ്പോഴാണ് ഞാൻ അവരെ വിളിക്കാൻ നോക്കിയത്. പക്ഷേ ആ സമയത്ത് മുതൽ ബ്ലോക്കാണ്. അതായത് സഹോദരനെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അതെ, തലേന്ന് തന്നെ തീരുമാനം എടുത്തപ്പോൾ തന്നെ എൻ്റെ ഫോൺ കോൾ ബ്ലോക്ക് ചെയ്തു. ഇനി വട്ടിയൂർക്കാവിലേക്ക് മത്സരിക്കാനില്ല എന്ന കാര്യവും കെ മുരളീധരൻ പറയുന്നു. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും മാറി മാറി മത്സരിക്കുന്ന രീതി ഇനി ഉണ്ടാവില്ല. മുമ്പ് പ്രത്യേക സാഹചര്യത്തിലാണ് അങ്ങനെ മത്സരിക്കേണ്ടി വന്നതെന്നും കെ മുരളീധരൻ പറയുന്നു. ജനങ്ങൾ അവരുടെ അഭിപ്രായം പ്രകടിപ്പിച്ചു കഴിഞ്ഞു. അതിനെക്കുറിച്ച് ഓരോരുത്തരും അവരുടെ രീതിയിൽ കാണുകയാണ്. ഞാൻ ഒരു കാര്യം പറയാം, ഏത് സ്ഥാനാർത്ഥിയാണ് ഇലക്ഷൻ കഴിഞ്ഞിട്ടും തോൽക്കുന്നു പറയുന്ന ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. ഇപ്പം തന്നെ തൃശ്ശൂർ 7 ലീഡ് ചെയ്യുന്നതാണ് LDF പറയുന്നത്. എനിക്കറിയാം എന്താണ് അതിൻ്റെത്. ഞാൻ 5 ഞാൻ ലീഡ് പ്രതീക്ഷിക്കുന്നത്. പുതുക്കാടും നാട്ടികയിലാണ് LDFന് അല്ലെങ്കിൽ BJPക്കോ കുറച്ച് മുൻതൂക്കം വരാൻ സാധ്യത. ബാക്കി 5 നല്ല ഭൂരിപക്ഷം UDFന് കിട്ടുന്നതാണ് എൻ്റെ പ്രതീക്ഷ. ബാക്കിയുള്ള നമുക്ക് ജൂൺ 4 എണ്ണിയാലേ പറയാൻ പറ്റൂ. അല്ല, ഏതെങ്കിലും തരത്തിൽ താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു പരാജയം രുചിക്കേണ്ട സാഹചര്യം വന്നാൽ താങ്കളുടെ രാഷ്ട്രീയ ഭാവി പിന്നീട് അത് എൻ്റെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ച് ഞാൻ അത്ര വലിയ വറിയിടൊന്നുമല്ല. എന്താ പറയേണ്ടത്, മുന്നോട്ട് പോകണോ പോകണ്ടേ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അന്ന് ആലോചിച്ചാൽ മതിയല്ലോ. ഇപ്പം ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, കോൺഗ്രസ് വിട്ടൊരു കളിക്ക് കെ മുരളീധരൻ നിൽക്കില്ല. അത് ഞാൻ ഇപ്പോഴേ പറയാം. അല്ലെ, ഭരണവിരുദ്ധ വികാരം വലിയ തരത്തിലുണ്ട് എന്ന വിലയിരുത്തൽ കോൺഗ്രസിനുള്ളിലുണ്ട്. സ്വാഭാവികമായി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വലിയ വിജയം പ്രതീക്ഷിച്ചാണ് പാർട്ടി മുമ്പോട്ട് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ നിയമസഭയിലേക്ക് താങ്കൾ മത്സരിച്ച് വിജയിച്ചാൽ സ്വാഭാവികമായി താങ്കൾ മന്ത്രിസഭയിൽ ഇടം പിടിക്കും എന്ന എല്ലാ തരത്തിലുള്ള പൊതു സംസാരങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു. അതിനിടയിലാണ് താങ്കൾ വീണ്ടും സ്ഥാനാർത്ഥിയായി വരുന്നത് ലോക്സഭയിലേക്ക്. താങ്കൾക്ക് നിയമസഭയിൽ മത്സരിക്കണമെന്ന ആഗ്രഹം മനസ്സിലുണ്ടോ ഇപ്പോൾ? ഇനിയില്ല. ഇനി കാരണം തൃശ്ശൂർ വിജയിച്ചു കഴിഞ്ഞാൽ 5 കൊല്ലത്തേക്ക് MP എന്നുള്ള നിലയ്ക്ക് പ്രവർത്തനം തന്നെയായിരിക്കും. ഇനി സംസ്ഥാന നിയമസഭയിലേക്ക് വരണമെന്ന ആഗ്രഹമില്ലേ? എന്തായാലും 5 കൊല്ലത്തേക്കില്ല. 5 കൊല്ലത്തേക്ക് ഇനി ഇലക്ഷൻ മത്സരിക്കുന്ന പ്രശ്നമേ ഇല്ല. അത്രമാത്രം സുനിശ്ചിതമാണ് വിജയിക്കുമെന്ന കാര്യം, വിജയിക്കുന്ന വിശ്വാസം തന്നെ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, എപ്പോഴും എല്ലാ ഇലക്ഷനും നിൽക്കാനെന്നുള്ള ഏർപ്പാട് ഇനിയില്ല.